അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. आज हम भजन में जाएंगे. ഒരു നമ്മുടെ ആത്മീയ ഗീതങ്ങളില് ഗാനരചയിതാക്കൾ ഒരാള് TKS എന്ന് കാണുന്ന ഒരു ദൈവഭക്തൻ. जब हमारे जो आत्मीय गीत माला मलयालम में TK സാമുവൽ നിലമ്പൂർ, जो TK सामुवल निलंबूर है, അനേകം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. बहुत सारे गान उन्होंने लिखा है. അതിലെ ഒരു ഗാനം ഇപ്രകാരമാണ്. इसमें से एक गाना इस प्रकार है. 436ാമത്തെ പാട്ടാണ്. 436 है. അത് ദൈവവചനത്തെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. परमेश्वर के वचन के बारे में इसमें लिखा है. ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. वचन का जो श्रेष्ठता के बारे में बताया है. ആ ഗാനം തുടങ്ങുന്ന ഇപ്രകാരമാണ്. സത്യവേദം ഒന്ന് മാത്രം എത്ര ശ്രേഷ്ഠമേ. जो गीत ऐसे शुरू होता है, सच्चे वचन कितना श्रेष्ठ है. അത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യമാണ് എന്ന് പറയുക. प्रकट करता है. അത് നിത്യജീവ മന്നയായിട്ട് അതെനിക്ക് ഭക്ഷിക്കുവാനായിട്ടുള്ളതാണെന്ന് പാട്ടുകാരൻ പറയുകയാണ്. नित्य जीवन का भोजन है ऐसे कहता है. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെട്ടത്, जो इसलिए कहना चाहता हूँ, ദൈവവചനം എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടുവാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ്. जो परमेश्वर का वचन है, हम कभी इसको इनकार नहीं कर सकते हैं. ആ പാട്ടുകാരൻ പറയുന്നുണ്ട്, വാനിലും ദരിദ്രി തന്നിലും പ്രധാനമായിട്ടുള്ള ദൈവവചനമാണ്. जो गीतकार कहता है कि स्वर्ग में और धरती में सबसे श्रेष्ठ है. തേനിലും സുമാധുര്യം തരുന്ന പാനമാണ് ആ ദൈവവചനം എന്ന് പറയുകയാണ്. से अच्छा है वो. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹത്തിന് വിഷയമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. जब परमेश्वर का वचन हम सुनते हैं, हमारा जीवन के वो श्रेष्ठ कार्य बने, ऐसे प्रार्थना करते हैं. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് आज के सेवकाई के लिए 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. दूसरे तिमोथी की पुस्तक 3 अध्याय से 16 और 17 അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. संपूर्ण पवित्र शास्त्र परमेश्वर के प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है, ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. ഈ വായിക്കുന്നതായിട്ടുള്ള ഭാഗം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ये जो पढ़ा गया भाग है बहुत हमें सुपरिचित है. നമുക്ക് കാണാതെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. हम ऐसे बिना देखे भी पढ़ सकते हैं, याद करके बोल सकते हैं. ഈ ഭാഗം നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള സത്യമുണ്ട്. इस भाग हमें एक बहुत श्रेष्ठ कार्य यहाँ पर बताते हैं. ഈ ദൈവവചനം ദൈവവിശ്വാസിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. परमेश्वर का वचन परमेश्वर का संत जनों के साथ कैसे संबंध बनता है वो यहाँ पर बताता है. അതുകൊണ്ട് ദൈവവചനവും വിശ്വാസിയും എന്നുള്ള ടൈറ്റിലിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ऐसे है टाइटल ये है कि जो परमेश्वर का वचन और परमेश्वर का संत जन कैसे उसके संबंध. ഇവിടെ ദൈവവചനം ഏത് നിലയില് ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ക്രിയാത്മകമായി തീരണമെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. जो परमेश्वर का वचन एक विश्वासी के जीवन में कैसे क्रिय करना है वो इसके बारे में बता रहे हैं. എന്ന് മാത്രമല്ല ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠതയെ അല്ലെങ്കിൽ മഹത്വത്തെയും ഇതിൽ പറയുകയാണ്. जो परमेश्वर का वचन का श्रेष्ठता को इसमें यहाँ पर बताया है. ഈ ദൈവവചനം എന്നുള്ളത് തീർച്ചയായിട്ടും മനുഷ്യരാൽ എഴുതപ്പെട്ടതായിട്ടുള്ള വചനമാണ്. परमेश्वर का वचन मनुष्य के द्वारा लिखा गया है. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം രചിച്ചതല്ല. जो मनुष्य के जो
इच्छा के अनुसार नहीं लिखा है. ദൈവത്തിന്റെ പ്രേരണ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത ഏക താല്പര്യത്തിൽ ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. परमेश्वर के प्रेरणा से लिखा गया है पवित्र शास्त्र. പത്രോസിന്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. पत्रोस के पत्री में ऐसे पढ़ते हैं हम, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. वो भविष्यवाणी मनुष्य के इच्छा से नहीं हुआ है. 2 പത്രോസ് 1-21 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. तो पत्रोस के दूसरी पत्री 1:21 में ऐसे पढ़ते हैं, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള വചനങ്ങളാണ്. भविष्यवाणी मनुष्य के इच्छा के कभी नहीं हुआ है, क्योंकि भक्त जन पवित्र आत्मा का द्वारा उभारे जाकर परमेश्वर के ओर से बोला गया है. അതുകൊണ്ട് ഞാൻ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. इसलिए इसके साथ में एक बात कहता हूँ, ഈ വചനം എന്നുള്ളത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നാണ്. जो परमेश्वर का वचन है वो हमारे लिए श्रेष्ठ कार्य है. നാം കേൾക്കാറുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, हम एक बात सुनते हैं, വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ നാം കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്. जो विशुद्ध लोग जब एकत्रित होता है उसमें हम रोज सुनते हैं. കൂടിവരവിൽ പറയും, അവിടെ പാട്ട് പാടും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. जब हम एकत्रित होता है तब वहाँ पे गाना गाते हैं, प्रार्थना करते हैं, सारी बातें करते हैं. അതിനുശേഷം വചനത്തിൽ നിന്നുള്ള ശുശ്രൂഷ അവിടെയുണ്ട്. जो उसके पश्चात वहाँ पर वचन का सेवकाई होता है. അത് തുടങ്ങുന്നതിന് മുമ്പ് ലീഡ് ചെയ്യുന്ന ആൾ പറയുന്ന ഒരു പല്ലവിയുണ്ട്. जब उससे पहले लीड करने वाला एक बात ऐसे कहता है, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്കാണ് നാം കടന്നു വരുന്നത്. ऐसे कहता है कि हम एक खास सेवकाई में आते हैं. അത് അങ്ങനെ തന്നെ ശരിയുമാണ്. वो ऐसे ही सच्चाई है. ദൈവവചനമാണ്, ദൈവവചനത്താലാണ് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെയും അനുദിന കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്. जो उद्धार पाए गए विश्वासी हर एक दिन भजन के सेवा के साथ ही उनका जीवन शुरू करना. മോശയിക ന്യായപ്രമാണത്തിൽ എന്താണ് പറയുന്നത്? जो व्यवस्था मूसा ने दिया उसमें क्या कहते हैं? ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ നീ ഇത് വീട്ടിലിരിക്കുമ്പോഴും നീ കിടക്കുമ്പോഴും നീ എഴുന്നേൽക്കുമ്പോഴും വഴിയാത്രയിലായിരിക്കുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്നാ. व्यवस्था करता है, तुम जहाँ पे घर में बैठता है, उठता है, जब चलता है, जो कार्य करता है, सब इसको ध्यान करते हुए चलना है. ഏത് സമയത്തും ഈ ദൈവവചനത്തിന്റെ പ്രാധാന്യം അത് ഏറ്റവും അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. सर्वदा इसका एक प्राधान्यता होता है. നാം ഒരു കാര്യത്തിനായിട്ട് പുറപ്പെടുന്നു എന്ന് വിചാരിക്കട്ടെ. हम एक कार्य के लिए हम सफर शुरू करते हैं. അത് ആത്മീയമായാലും ഭൗമികമായാലും आत्मिक तौर पर या भौमिक तौर पर നമുക്ക് ആലോചന കണ്ടെത്തുവാനായിട്ടുള്ള ഒരേ ഇടം ദൈവവചനമാണ്. जब उसमें उसके लिए जब जाता है, उसे शुरुआत करता है, उसके हमें जो आलोचना जो उसमें से आलोचना देता है वो परमेश्वर के वचन से ही है. നമ്മുടെ ഇടയിൽ ദൈവവചനത്തിന്റെ പഠിപ്പിക്കലിനോ അല്ലെങ്കിൽ കേൾവിക്കോ യാതൊരു കുറവുമില്ല. हमारे बीच में परमेश्वर का वचन का सेवकाई सुनने और कार्य करने में कोई कमी नहीं है. നാം സ്വയമായിട്ടും പഠിക്കുന്നവരാണ്. हम अपने आप पढ़ते हैं. എന്നാൽ ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ക്രിയാത്മകമായി, लेकिन हमारे जीवन पर वचन का कैसे क्रिया करता है ऐसे हमें सोचना है. ഏത് മേഖലയിലും ഈ ദൈവവചനത്തിന് അതിന്റേതായുള്ള പ്രാധാന്യമുണ്ട്. हमारे किसी भी में जो अवस्था में वो वचन का एक खासियत है. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. जो सुसमाचार में हम आता है, परमेश्वर यीशु मसीह का सुसमाचार का शुरू करने से पहले एक बात हम देखते हैं. അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പോവുകയാണ്. जब यीशु मसीह जो बपतिस्मा होकर आता है तो जो वहाँ पर शैतान से परीक्षा के लिए जा रहे हैं. സാത്താൻ പല ഘട്ടങ്ങളായിട്ട് കർത്താവിനെ പരീക്ഷിച്ചു. कई जो पार्ट में यीशु मसीह को जो वहाँ पर परीक्षा देना पड़ा. എന്നാൽ കർത്താവ് അവിടെ എങ്ങനെയാണ് അത് അവിടെ ജയിച്ചതെന്ന് അറിയാമോ? तो कैसे वहाँ शैतान से यीशु मसीह कैसे विजयी हुआ? ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. परमेश्वर के वचन से वो वहाँ पर विजयी पाया. നാം പാടാറുണ്ട്, ശത്രുവെ ജയിച്ചടക്കുവാൻ കൃപാണമേ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പാടാറുണ്ട്. जब शत्रु से विजय पाने के लिए का आयुध जो शस्त्र के रूप में वचन को उपयोग
करता है। പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവവചനം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം വിസ്മരിക്കുവാനായിട്ട് പാടുള്ളതല്ല എന്ന് ഞാൻ ഓർപ്പിച്ചുണർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. इसलिए कहना चाहता हूँ कि परमेश्वर का वचन का खासियत क्यों है, खास ഇവിടെ നാം വായിച്ചതായിട്ടുള്ള ഭാഗത്ത് രണ്ട് പ്രത്യേകമായ കാര്യങ്ങളാണ് കാണുന്നത്. यहाँ पर दो बातें, यहाँ पर जो तीसरा अध्याय तिमोथी के दूसरे पत्री तीसरा अध्याय 16 और 17 में दो बातें हैं यहाँ पर. അവിടെ വായിക്കുന്നത് ഒന്ന് ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. जो वहाँ पर जो परमेश्वर का जन्म जो है उसके लिए वहाँ पर बताया. ആ ദൈവത്തിന്റെ മനുഷ്യൻ ആ നല്ലൊരു കാര്യത്തിനായിട്ട് ഒരുക്കപ്പെടുകയാണ്. जो परमेश्वर का जन्म उस अच्छे कार्य के लिए तैयार होता है. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. जब मनुष्य को परमेश्वर ने या परमेश्वर ने सादृश्य स्वरूप में सृष्टि की. ഉൽപ്പത്തി പുസ്തകം നമുക്കത് നന്നായിട്ട് അറിയാം. तो उत्पत्ति के किताब में हम अच्छे रीति से समझ में हमें पता है. ആദ്യം ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ ഭൂസ്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. जब परमेश्वर ने धूल से जो सृष्टि की, उसको परमेश्वर का सांस फूका, उसको जिंदा. അതിനുശേഷം എന്താ ചെയ്തതെന്നറിയാമോ? उसके पश्चात क्या किया? അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മനോഹരമായ തോട്ടം ഉണ്ടാക്കിയതിനകത്ത് അതിനകത്താക്കുകയാണ് ചെയ്തത്. उसके लेकर एक अच्छे वाटिका में उनको छोड़ा है. എന്തിനാ അവിടെ ആക്കിയത്? इसलिए छोड़ा है. ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സൂക്ഷിപ്പാനുമായിട്ട് അവനെ നിയമിക്കുകയാണ്. तो वहाँ पर काम करने के लिए, उसको ध्यान रखने के लिए उसको छोड़ा था. പ്രിയമുള്ളവരെ, ദൈവം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രത്യേകമായ ഉദ്ദേശമുണ്ട് എന്ന് പറയുവാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. जब इसलिए कहता हूँ कि परमेश्वर कोई भी कार्य करता है उसके उद्देश्य के साथ, लक्ष्य के साथ करता है. വലിയവനായിരിക്കുന്ന ദൈവം തന്റെ പ്രേരണ കൊണ്ട് നമുക്കായിട്ട് ഈ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. जो पवित्रात्मा के द्वारा परमेश्वर ने जो वचन हमारे हाथ में दिया है तो उद्देश्य है. ആ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. उद्देश्य यहाँ पर बताया है. ഈ വചനം അവനെ ചില കാര്യങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ്. जब व्यक्ति को परमेश्वर का वचन किसी कार्य के लिए तैयार करता है. അവിടെ എന്തൊക്കെ ക്രിയയാണ് ചെയ്യുന്നത്? क्या क्या कार्य करता है? ദൈവത്തിന്റെ പ്രേരണ അനുസരിച്ച് നൽകപ്പെട്ട ഈ വചനം അവനെ ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളാക്കി തീർക്കുകയാണ്. ये परमेश्वर पवित्रता द्वारा दिया गया है. उसका उपदेश और समझाने और सुधारने के लिए देता है. അങ്ങനെ എന്തിനാണ് അത് ചെയ്യുന്നത്? क्यों देता है? 16 വാക്യത്തിന്റെ 2ാം ഭാഗത്ത് അത് കാണുന്നുണ്ട്. जो 16 आयत के दूसरे आयत भाग में ऐसे पढ़ता है. അവിടെ നാം വായിക്കുന്നത് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. हिंदी में 17 है और इसमें ताकि परमेश्वर का जन्म सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. എഫേസ്യ ലേഖനം 2ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. एफेसी में पत्री दूसरे अध्याय में हम आते हैं. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്, एफेसी के पत्री दूसरे अध्याय से पहले भाग में 13ാം വാക്യമാണ് തോന്നുന്നു, 13അല്ല 10ാം വാക്യം. 10 आयत. അവിടെ നാം വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തു സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. परमेश्वर का जो सृजा गया है उनके भले कामों के लिए हमें तैयार किया है. ऐसे पढ़ते हैं. നാം ആരംഭത്തിൽ കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അവൻ മനോഹരമായി ഉണ്ടാക്കിയ ആ തോട്ടത്തിൽ അവന് വേല ചെയ്യുവാനും അതിനെ സൂക്ഷിപ്പാനുമായിട്ടുള്ള നിയോഗത്തിനായിരുന്നു. जो परमेश्वर मनुष्य को सृष्टि की तो उसको इसलिए कि एदन वाटिका में इसमें काम करने के लिए, इसको देखभाल करने के लिए वहाँ पर भेजा है. എന്നാൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും മെനഞ്ഞെടുക്കുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത് അവൻ സകല സൽപ്രവൃത്തികളിലും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. जब मनुष्य को उद्धार दिया है तो उसको कहता है कि सारे भले कामों से उबारने के लिए बताता है. എന്തൊക്കെയായിരിക്കും ആ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ? क्या क्या गुण वो कार्य क्या क्या है? എല്ലാവരും ചിന്തിക്കുന്നത് കുറെ ആളുകളെ സഹായിക്കുന്നതാണ്.
कोई ऐसे सोचता है किसी को मदद करना, സഹായിക്കണം, അത് വളരെ ആവശ്യമാണ്. मदद करना जरूरी है. ദൈവവിശ്വാസികളായ അല്ലാത്തവരും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹജീവികൾക്ക് വേണ്ടി അവർ അനവധിയായിട്ടുള്ള സഹായം ചെയ്യും. നമ്മേക്കാൾ കൂടുതലായിട്ട് സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. अविश्वासी लोग भी ऐसे मदद करता है अन्य लोगों को, अपने लोगों को या मसीह लोगों को, सब. എന്നാൽ സൽപ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? सल प्रवृत्ति का जो कार्य क्या है उसमें, നമുക്ക് വേണ്ടി ആ വലിയ ചെയ്തവനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള അതിന്റെ ഉദ്ദേശം. जब हमें जो बड़े कार्य किया, जो उस मसीह को उनको उठाने का कार्य हमें करना है. ഒരിക്കൽ കർത്താവ് സുവിശേഷം അറിയിക്കുന്ന കർത്താവാണ് ആദ്യം തുടങ്ങിയത്. जो सुसमाचार पहले यीशु मसीह ने शुरू किया. എന്നാൽ ഇന്ന് നാമാണ് അത് ചെയ്യേണ്ടത്. लेकिन आज कल हमें वो कार्य दे रखा है. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ക്രിസ്തുവിന് പകരം നാം അവന്റെ സ്ഥാനാപതികളായിട്ട് ഈ ലോകത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. जो कोरिन्थियों के पत्र में ऐसे करता है, हम उनके अम्बासिडर के रूप में हमें यहाँ पर रखा है. ഒരിക്കൽ കർത്താവ് ചെയ്ത കാര്യം ഇന്ന് ഈ ഭൂമിയിൽ ആരാ ചെയ്യേണ്ടത്? पहले यीशु मसीह ने जो कार्य किया, आज धरती पर हमें रखा गया है. നാമാണ് അത് ചെയ്യേണ്ടത്. हमने ही करना है उस कार्य को पूरा. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത് നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുകയാണ്. जो इसलिए हमें काम करने के लिए परमेश्वर ने पहले कार्य किया है. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നീ സൽപ്രവൃത്തികൾക്ക് വക പ്രാപിച്ചു തികഞ്ഞവനാകണം. भले कामों के लिए तत्पर रहो, ऐसे कहता है. അവിടെ ആ വക പ്രാപിച്ച് തികഞ്ഞവനാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. उसके साथ में और भी कार्य बताता है. അവിടെ ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, उपदेश के बारे में बताया है. അവിടെ ശാസനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, जाने के बारे में बताया है. അവിടെ ഗുണീകരണത്തെ തെറ്റുതിരുത്തുകളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, जानने के लिए बताया है. നീതിയിലെ അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. की शिक्षा के बारे में बताया है. അപ്പൊ ഇതിലൊക്കെ തികഞ്ഞവനായാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? इसमें पूर्ण होने से ही क्या होगा? സൽപ്രവൃത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകാൻ സാധിക്കുകയുള്ളൂ. भले कामों के तत्पर हो सकेंगे. അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന്റെ മനുഷ്യരായി തീർന്നവരാണ് നാം. जो आप यीशु मसीह का खून से जो हम जो सिद्ध भाई हुए हैं, वो परमेश्वर के द्वारा चुने गए हैं. നമ്മെ ജീവിപ്പിച്ച ഈ വചനത്തോട് നമുക്ക് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? हमें उद्धार किया इस वचन का हमारे उद्देश्य क्या है? നമ്മെ ഈ വചനം കൊണ്ടാ ജീവിപ്പിച്ച എന്നുള്ളതിന് ആർക്കെങ്കിലും നിസ്തർക്കമുണ്ടോ? किसी को ऐसे कोई बात कह सकता है कि हमारे वचन से ही हमें उद्धार दिया? ആർക്കെങ്കിലും തർക്ക വിഷയമായിട്ട് അത് ഇരിക്കുന്നുണ്ടോ? संशय है किसी को ऐसे? നിസ്തർക്കമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ഈ വചനത്താലാണ് എന്നെ ജീവിപ്പിച്ചത്. संशय बिना हमें ये बता सकता है कि इस वचन से हमें उद्धार पाया है. കാരണം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വചനമായിരുന്നു എന്നുള്ളതാണ്. इसलिए मसीह के बारे में कहा है कि परमेश्वर वचन था. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, इस बारे में हम यहाँ पर मनन करते तब ദൈവവചനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. एक मसीह का वचन का क्या रिश्ता है, वो बारे में हमने सोचना जरूरी है. അതുകൊണ്ട് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. पवित्र वचन के संबंध में कुछ बातें कहकर मैं बात खत्म करता हूँ. നാം കടന്നു വരുമ്പോൾ ഈ വാക്യം നാം വായിക്കുമ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവവചനമാണ് ഒരുവനെ തികഞ്ഞവനാക്കുന്നത് എന്നുള്ളതാണ്. जो परमेश्वर का वचन ही जो एक व्यक्ति को जो ऐसे रूपांतर करता है. അപ്പോൾ ഈ ദൈവവചനം ഏത് നിലയിലൊക്കെയാണ്
നാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനൊന്ന് 5 കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ കർത്താവിൽ जो ആഗ്രഹിക്കുന്നു. पवित्र वचन हमारे संबंध में क्या रिश्ता रखता है, ऐसे 5 बातों को कहने की यहाँ पर शुरू करता हूँ. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വചനഭാഗങ്ങളാണ്. हमें ये सारे जो वचन के जो भाग है बहुत सुपरिचित है. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം അതിനെ ഒന്ന് ചേർത്ത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ विषय വിചാരിക്കുകയാണ്. के संबंध में उसको सबका कोऑर्डिनेट करके उसको देखेंगे तो भला होगा. ഈ ദൈവവചനമാണ് നമുക്ക് വഴികാട്ടിയായിട്ടിരിക്കുന്നത്. परमेश्वर का वचन हमें रास्ता मार्गदर्शक करता है. ഒന്നാമത്തെ കാര്യം ദൈവവചനം നമ്മെ വഴികാട്ടുന്നു എന്നുള്ളതാണ്. परमेश्वर का वचन हमारा मार्गदर्शक है. ആരെയാ വഴികാട്ടേണ്ടത്? किसको रास्ता दिखाना होता है? വഴി അറിയില്ലാത്തവര്. जो रास्ता नहीं जानता എന്റെ പ്രിയമുള്ളവരെ, നാം അറിവില്ലാത്തവരാണ്. हम जो कुछ भी हम जानते नहीं है. നാം വെറും ശിശുക്കളാണ്. हम जो छोटे बच्चे हैं. ആ ഒരു മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നാൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും വഴികാട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. दान के रूप में हम परमेश्वर के सम्मुख आएंगे, परमेश्वर हमें अच्छा रीति से रास्ता दिखाया, मार्गदर्शन करेगा. സങ്കീർത്തനം 119 105 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പറയുന്നത്. 119 भजन में 105 119 का 105 में ऐसे कहता है. അവിടെ നാം വായിക്കുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുക. तेरा वचन मेरा पाव के लिए दीपक और मेरे मार्ग के लिए उजियाला है. പ്രിയമുള്ളവരെ, നാം ഇന്നായിരിക്കുന്നത് എവിടെയാണ്? प्रियो, हम आज कहाँ पर रहे? അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. जो अंधकार भरी दुनिया में हम जीते हैं. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിലെ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഇപ്രകാരം പറയാറുണ്ട്. यीशु मसीह संसार में आया तो उसके बारे में हम ऐसे कहते हैं. കൂരിരുൾ നിറഞ്ഞ ലോകത്തിൽ തേജസ്സായി കർത്താവ് വന്നു. अंधकार भरी धरती पर जो उजियाला बनकर आया. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്. जो पत्रोस प्रेरित ऐसे कहता है. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് കടന്നു എന്നുള്ള സത്യം പറയുക. जो पत्रोस ऐसे कहता है, अंधकार भरी दुनिया में रोशनी देने के लिए चुना गया लोग है. അതുകൊണ്ട് ഈ ദൈവവചനത്താലുള്ള വഴികാട്ടൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. इसलिए जो परमेश्वर का वचन के द्वारा एक रास्ता जो मार्गदर्शन करना जरूरी है. ഇരുട്ടുള്ള സമയത്ത് നമുക്ക് എന്താണ് ആവശ്യം? अंधकार भरे समय में हमें क्या जरूरत है? നമുക്ക് പ്രകാശം ആവശ്യമാണ്. जो हमें रोशनी जरूरत है. നമ്മുടെ നാടുകളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ളതൊക്കെ അറിയാം. हम जो हमारे जो विलेजों में हम रहते हैं वहाँ पर हम जानते हैं. രാത്രിയായാൽ വഴികളിലൊന്നും വെളിച്ചമില്ല. रात के समय में सारे अंधकार है रास्ते में. ആ വഴിയിലൂടെ നമുക്ക് വഴി കണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്ന ജീവികളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി പോകുന്നതിന് നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് വെളിച്ചം ആവശ്യമാണ്. वहाँ वे चित्रजीवी होंगे अंधकार में, लेकिन उसमें रोशनी जरूरी है हमें. അപ്പോൾ നാം വെളിച്ചം കരുതും. उस समय हम उस रोशनी हमारे पास रखेंगे. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ये अंधकार भरी दुनिया में हम रहते हैं, हमें इसका बहुत जरूरी ये है कि इसमें रोशनी जरूरत है. ഈ ദൈവവചനം കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ദൈവഭക്തന്മാർ പറഞ്ഞിട്ടുള്ളത്. जो परमेश्वर के वचन के बिना हम इस अंधकार भरे जीवन धरती पर जीवन नहीं बिता सकते. നാം ഓർത്തല്ല, കർത്താവാണ് വചനം. हमने याद किया कि वचन शरीर हुआ मसीह है. ആ കർത്താവിനെ നന്നായിട്ട് രുചിച്ചറിഞ്ഞ ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞു. जो मसीह को जानते हुए एक गीतकार ने ऐसे गाया, അരനിമിഷം നിന്നെ വിട്ടാൽ എന്റെ അരികിൽ ആരാണുള്ളത്? जो थोड़े समय आपको छोड़ेंगे तो मेरे जीवन पर क्या हो सकता है. ദൈവവചനം നമ്മുടെ ജീവിതത്തില് അതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും അത്രമാത്രം വലുതായിട്ടിരിക്കുകയാണ്. इसको जो खासियत है हमें बयान नहीं कर सकता, इतना बड़ा है.
അതുകൊണ്ട് ഈ ദൈവവചനമാണ് നമ്മെ വഴികാട്ടേണ്ടത്. इसलिए हमारा परमेश्वर का वचन ही हमें मार्गदर्शन करना चाहिए. പലപ്പോഴും നാം നമുക്ക് വഴിതെളിക്കാറുണ്ട്. हम अपने आप को रास्ता ढूंढता है. ഒരുപക്ഷെ നന്നായിട്ട് പോയേക്കാം, कभी वो सही चल सकता है, എന്നാൽ അതിൽ അപകടമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നില്ല. लेकिन उसमें जो दुर्घटना हो सकती है നമ്മുടെ ആലോചനയ്ക്കല്ല, हमारे चिंता के अनुसार नहीं, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല, हमारे बुद्धि से नहीं, ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് നമ്മുടെ വഴികൾ ക്രമീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. परमेश्वर के वचन का सोच के अनुसार हमारा रास्ता ढूंढना जरूरी है. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവയോട് പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. परमेश्वर के जो दास यहोशू का बारे में जो परमेश्वर जो कहता है, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, जो यहोशू के किताब पहले अध्याय उसके 8वें आयत, അവിടെ ഇപ്രകാരം വായിക്കുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. यहोशू 1:8 में ऐसे के व्यवस्था की ये पुस्तक तेरे चित्त से कभी न उतर न पाए, इसी के अनुसार करते ही तू चौकसी के करे, क्योंकि ऐसे ही करने से तेरी सब काम भला होगा. ഇസ്രായേൽ മക്കളുടെ നടത്തിപ്പുകാരനായിട്ട് അവർക്ക് നായകനായിട്ട് എഴുന്നേറ്റ മോശെ മരിച്ചു. जब इसराइलियों को जब चलाने वाला मूसा का मृत्यु हो गया, അതിനുശേഷം കടന്നു വരുന്നു നൂന്റെ മകനായ യോശുവ. और उसके पश्चात नून का पुत्र यहोशू आता है. യോശുവയ്ക്ക് അവിടെ നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയുകയാണ്, ദൈവവചനമാണ് നിനക്ക് എല്ലാറ്റിനും പ്രധാനമായിട്ടിരിക്കുന്ന കാര്യം. यहोशू को जैसे परमेश्वर कहता है तुमने लोगों को आगे चलाना है, लेकिन वचन तुम्हारे लिए खास होना चाहिए. എന്താണ് പറയുന്നത്? ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ऐसे कहता है कि तुम्हारे मुंह से ये वचन को कभी हट न जाना. നമ്മുടെ സംസാരം കൊണ്ട് ദൈവവചനത്തെ വെളിപ്പെടുത്തുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. हमारे बोलचाल में परमेश्वर का वचन उपयोग करना जरूरी. പിന്നെ പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണിക്കണം. इसमें लिखा गया हर एक बात को ऐसे करना है. എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? क्या लिखा है? ഞാൻ പ്രമാണിക്കുന്നത് എന്താണ്? हम इनमें क्या करता है वो. ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കുന്നത് എന്താണ്? मेरे जीवन से क्या करता है उसी वचन के द्वारा. വചനപ്രകാരമാണോ? हमारे वचन के अनुसार ही हमारा जीवन है. നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ളതാണോ? हमारा जो हम कोई ऐसे कार्य करने जाता है, हमारा जो उसका वो बात भजन के अनुसार ही हम उसको निर्णय लेता है कि नहीं. ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. नहीं है तो उसमें उसको हिसाब किताब देना पड़ेगा परमेश्वर को. നമുക്കറിയാം, ഇബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. इब्राहिम के पत्री 4 अध्याय इसके 12 और 13 में ऐसे हम अच्छे से हम उसको याद करते हैं. അവിടെ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി 7 വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയങ്ങളെയും സന്ധിമുജകളെയും വേർപിടിക്കുന്നതിന് തുളച്ചു വന്നതിലും ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെല്ലാം വിവേചിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അവനുമായിട്ട് നമുക്ക് കാര്യമുണ്ട് എന്ന് പറയുകയാണ്. ऐसे रहता है. इब्राहिम के पत्री 4 अध्याय 12 और 13 में ऐसे पढ़ते, परमेश्वर का वचन जीवन और प्रबल और हर एक दोधारी तलवार से भी बहुत चौका है और प्राण और आत्मा को और पार छेदता है और मन की भावनाओं और विचारों को जांचता है. और 13 आयत, सृष्टि की कोई वस्तु उससे छिपी नहीं है, वरन जिससे हमें काम है उसी की आंखों के सामने सब वस्तुएं खुली और प्रकट है. അത് ദൈവത്തിന്റെ മുമ്പാകെ സകലം നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ട് നമുക്ക് കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. जब वहाँ पर कहता है कि वो जो सारे सब वस्तुएं उनके सामने खुले और प्रकट किया हुआ है. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ,
ദൈവവചനത്താൽ നമ്മെ ജീവിപ്പിച്ചുവെങ്കിൽ, ദൈവവചനത്താൽ നമ്മെ നടത്തുന്നുവെങ്കിൽ, ദൈവവചനം നമ്മെ വഴികാട്ടുന്നുവെങ്കിൽ, ഒരിക്കൽ ഈ ദൈവവചനം നമ്മോട് കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. एक बात हम कहते हैं कि परमेश्वर का वचन से हमें जीवित हुआ, परमेश्वर हमें चलाता है, हमें सारी बातें करता है, लेकिन एक दिन उसको परमेश्वर के सन्मुख हमें हिसाब किताब देना जरूरी है. ദൈവവചന പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ യോശുവായിട്ട് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവന്റെ പ്രവൃത്തി സാധിക്കും, അവൻ കൃതാർത്ഥനായിട്ട് ഇരിക്കുമെന്നുള്ള സത്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. परमेश्वर के वचन के द्वारा हम चलेंगे, जैसे यहोशू के साथ कहता है प्रभावशाली होगा, ऐसे कहते हैं. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. दूसरे बात में हम आते हैं. ഈ ദൈവവചനം വിശ്വാസിയുടെ വിശ്വാസത്തിന് ഉറവിടമാണ്. तो ये परमेश्वर का वचन विश्वासी का स्रोत है. നാം ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നു എന്താണ്? हम क्यों विश्वास में हैं? कारण क्या है? നാം മറക്കുവാൻ കഴിയാത്ത ഉപകാരസ്മരണകളോടുകൂടെ ഇന്ന് ഈ സന്നിധിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? हमें न भूल सकते ऐसे स्मरण के साथ क्यों हमारे परमेश्वर के सन्मुख आज आया क्यों है? ഈ വചനം നമുക്ക് വിശ്വാസത്തിന് ആധാരമായി തീർന്നു എന്നുള്ളത് മാത്രമാണ്. हमें इस वचन हमारा विश्वास का आधार बना, इसलिए है हम आया है. തിരുവഴുത്തിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. परमेश्वर के वचन में ये बहुत खास करके बताया है. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. रोमियों के पत्र 10-17 में ऐसे पढ़ते हैं, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ऐसे रोमियों के पत्र 10-17 में ऐसे कि विश्वास सुनने से और सुनना मसीह के वचन से होता है, ऐसे हम पढ़ते हैं. പ്രിയമുള്ളവരെ, ദൈവമക്കളെ സംബന്ധിച്ച് അതങ്ങനെ തന്നെയാണ്. परमेश्वर के संत जनों के संबंध में ऐसे ही है हुआ. നമ്മുടെ എല്ലാറ്റിന്റെയും അതിന്റെ മുഖ്യമായിട്ടുള്ള വിഷയം വിശ്വാസം എന്നുള്ളതാണ്. हमारे सारे बातों का जो मूल्य ये है कि वो विश्वास ही है. നമ്മുടെ വിശ്വാസം ഈ വചന കേൾവിയാൽ വന്നു എന്നുള്ളതുകൊണ്ട് വചനത്തിന്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കണം. എനിക്ക് ജീവൻ ലഭിക്കുവാൻ അതിന് ഉറവിടമായി തീർന്നത് ദൈവത്തിന്റെ വചനമാണ്. हम विश्वास में इसलिए आया कि परमेश्वर का वचन से है, इसलिए वचन को हमें खास तौर पर ध्यान रखना है. നാം ആദ്യം ഓർത്തതാണല്ലോ, കർത്താവ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട കാര്യം നാം ഓർത്തതാണ്. हम जो जैसे हमने पहले याद किया कि यीशु मसीह को जो शैतान के द्वारा परीक्षा में जाना पड़ा. അതിലൊന്ന് കർത്താവിന് വിശന്ന ഒരു സമയമാണ്. जब यीशु मसीह को जो जैसे भूख लगा उस समय, അപ്പോൾ സാത്താൻ അടുത്ത് വന്ന് പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ, നിന്റെ വിശപ്പെല്ലാം അടക്കാൻ പറ്റുമല്ലോ എന്ന് പറയുക. जब शैतान ने यीशु मसीह से कहा तो तुम्हें भूख लगी है, ये पत्थर से कहा कि तो रोटी बन जा, तो तुम परमेश्वर है तो हो जाएगा. യേശു കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? उस समय मसीह ने क्या जवाब दिया? അവന്റെ വാക്കുകളിൽ അവന്റേതായിട്ടുള്ള മഹത്വം തെളിയിക്കാനായിട്ടല്ല, അവന്റെ ശ്രേഷ്ഠതയെ തെളിയിക്കാനായിട്ടല്ല അവർ ഒരുപ്പെട്ടത്. उससे अपने खासियत को नहीं तो बताया. അവിടെ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് അവൻ പറയുകയാണ്. यीशु ने कहा मनुष्य केवल रोटी से ही नहीं परंतु हर एक वचन से जो परमेश्वर के मुंह से निकलता है जीवित रहेगा. അത് വെറുതെ വാക്കുകളായിട്ടല്ല പറഞ്ഞത്. ऐसे का जो कैशुअल नहीं बोला. യേശു കർത്താവ് എന്താ പറഞ്ഞത്? यीशु मसीह ने क्या कहा എന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? അത് ന്യായപ്രമാണത്തിൽ അത് എഴുതിയിട്ടുണ്ട്. व्यवस्था विवरण में वो लिखा है, ऐसे कहा है. എന്റെ പ്രിയമുള്ളവരെ, നമുക്കും അത് പറയുവാനായിട്ട് കഴിയണം. प्रियो, हमें भी इस बात को कहने के लिए हम तत्पर रहे. ഞാൻ ഈ നിലയിലുള്ള നിലപാടാണ് എന്റേത്. കാരണം ദൈവത്തിന്റെ വചനം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. इसलिए हम किसी भी अवस्था में ऐसे कहने के लिए, क्योंकि परमेश्वर वचन ऐसे कहता है, इसलिए मैं भी कह रहा हूँ ऐसे कहना है. ദൈവവചനം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ വിശ്വാസിയും ദൈവവചനത്താൽ ജീവിക്കപ്പെടുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. जब परमेश्वर के वचन से उद्धार पाए हर एक व्यक्ति परमेश्वर का वचन के द्वारा जीवन बिताना जरूरी. മൂന്നാമത്തെ കാര്യം, तीसरी बात, ഈ ദൈവവചനം വിശ്വാസിയുടെ ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ്. जब परमेश्वर का ये वचन है विश्वासी का शुद्धीकरण का साधन है. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയാണല്ലോ അവിടുത്തെ വിഷയം.
जो योहन्ना के सुसमाचार 17 अध्याय 17 में वहाँ पर ये बातें कहते हैं. അവിടെ പറയുന്നത് 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുക. 17 में ऐसे सत्य के द्वारा उन्होंने पवित्र कर तेरा वचन सत्य है. സത്യം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. सत्य के साथ इसको पवित्र होना जरूरी है. എങ്ങനെയാണ് നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? എങ്ങനെയാണ്? हम कैसे विशुद्ध होना है, पवित्र होना है? സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. सत्य के द्वारा पवित्र होना है. ഇന്ന് മനുഷ്യരാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ സമൂഹങ്ങളുള്ള ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. आज मनुष्य के द्वारा जो विशुद्धि पाने के लिए कोशिश करता है लोग, നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടല്ല നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. हम जो कार्य करता है प्रवृत्ति से नहीं हमारा सत्य के ओर जाता है. തീർച്ചയായും നമ്മോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നാം ചെയ്യണം. जो हमें क्या क्या करना के लिए कहा गया है वो सारी बातें हमने करना है. ആ പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടത് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. परमेश्वर से विशुद्धि किए गए लोग उस प्रवृत्ति उसी के साथ भी करना है. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ऐसे कहता है कि 17 में ऐसे सत्य के द्वारा उन्होंने पवित्र कर. നിന്റെ വചനം സത്യമാണ്. तेरा वचन सत्य है ऐसे कहता है. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുവാൻ, ഓർപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചത്. दो बातें यहाँ पर पवित्र आत्मा यहाँ पर याद कराने के लिए कहते हैं. ഒന്ന് സത്യം. पहला सत्य. എന്താണ് സത്യം? क्या है सत्य? പ്രിയമുള്ളവരെ, അത് നാം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. परमेश्वर का वचन सत्य है, वो हम याद करना चाहिए. ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് പറയുമ്പോൾ वो उस वचन से हम शुद्ध करने के लिए कहता है, जो मसीह कहता है. നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ്. जो ऐसे मसीह कहता है, मैं पवित्र हूँ इसलिए तुम भी पवित्र बनो. നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവ് തന്നെയായിരിക്കും. हमारा नमूना जो व्यक्ति यीशु मसीह है. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവരെങ്ങനെയാണ് നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നത്. जो पत्रोस ऐसे कहता है, कैसे हमें नमूना के रूप में किया. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കാൽപാദങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. जब हम यीशु मसीह का पीछे करते हैं तो हमें उन जो कहे गए बातों को हमारे जीवन पर प्रवृत्ति पद में लाना जरूरी है. 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, 11-ാം വാക്യം. 119 वचन 11 में ऐसे कहता है. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 119:11 में ऐसे कहता है, मैंने तेरा वचन को अपने हृदय में रखा छोड़ा है कि तेरी विरुद्ध पाप न करे. പ്രിയമുള്ളവരെ, ഇത് തികച്ചും വ്യക്തിപരമാണ്. ये व्यक्तिगत तौर पर कहना है. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരിലേക്ക് നോക്കുന്നവരാണ്. हम दूसरे को नजर रखता है. നോക്കിക്കോ, नजर रख लो. നോക്കുന്നത് നല്ലതാണ്. नजर रखना अच्छा है. നല്ലത് പിൻപറ്റിക്കോ. अच्छा, इसको हम उसके पीछे जा सकते हैं. എന്നാൽ അതോടൊപ്പം നമ്മൾ വളരെ ഗൗരവത്തോടും സൂക്ഷ്മതയോടും കൂടെ തിരിച്ചറിയേണ്ട സത്യം, ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ വിരലുകളെ ചൂണ്ടുവാൻ കഴിയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത്. हम दूसरे को नजर रखता है, लेकिन हम अपने आप को एक जांच पर रखकर उसी रीति से चलना जरूरी है. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മെ ശുദ്ധീകരിക്കപ്പെട്ടു നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. हमें शुद्ध करने के लिए या पवित्र जीवन बिताने के लिए ये हमारे परमेश्वर के वचन ही है, हमारा मार्गदर्शन करता है. 4-ാമത്തെ കാര്യം, चौथी बात, ഈ ദൈവവചനം വിശ്വാസിയുടെ ആയുധമാണ്. ये परमेश्वर का वचन विश्वासी का हथियार है. നമുക്കറിയാം, വിശ്വാസ ജീവിതം ഒരു പോർക്കളത്തിലാണ് എന്നുള്ള സത്യം നമുക്കറിയാം. जो हमारा मसीह जीवन एक युद्ध के मैदान में है.
അതുകൊണ്ട് നാം എന്ത് ആയുധമാണ് എടുക്കേണ്ടത്? इसलिए हमें कौन सा हथियार उठाना जरूरी है? ഏത് ആയുധം എടുക്കേണ്ടത്? कौन सा हथियार उठाना है? ദൈവവചനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. परमेश्वर का वचन वो कहता है, എഫേസ്യ ലേഖനം 6:17 നോക്കൂ. एफेसियों के पत्र 6:17 में ऐसे कहता है, അവിടെ വായിക്കുന്നത് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവിൻ. एफेसी 6:17 में ऐसे कहता है, उद्धार का टोप और आत्मा की तलवार जो परमेश्वर का वचन है ले लो. ഇത് രണ്ടും വളരെ ആവശ്യമാണ്. ये दोनों बहुत आवश्यकता है. നമ്മുടെ തലയെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു സംരക്ഷണ കവചം നമുക്ക് ആവശ്യമാണ്. जो हमारा सिर को बचाने के लिए उद्धार का टॉप पहनना जरूरी है. അതുപോലെ തന്നെ നാം ശത്രുക്കളോട് ഇടപെടുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ആയുധം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ വാളാണ്. हम शत्रु का सामना करने के लिए परमेश्वर का वचन का हथियार, वचन जो हथियार है उसको उठाना जरूरी है. പലപ്പോഴും നാം നമ്മുടേതായിട്ടുള്ള വാളുകൾ എടുക്കാറുണ്ട്. कई बार हम अपने आप का जो तलवार या कुछ हथियार उठाते हैं. നമ്മുടെ നാം എന്നുള്ള വാൾ എടുക്കാറുണ്ട്. हमारा जो जेब को हम उसको यूज करता है. നമ്മുടെ അഹം എന്നുള്ളതായിട്ടുള്ള വാൾ നാം എടുക്കാറുണ്ട്. हमारा जो हम ही है, हम करके जो मैं हूँ वो हम कई बार. നമ്മുടെ പ്രശസ്തി എന്ന വാൾ നാം എടുക്കാറുണ്ട്. हमारा ऊंचापन, हमारा प्रशस्ति को हम लेता है. പ്രിയമുള്ളവരെ, ഇതൊന്നും ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ये कोई बात परमेश्वर का संतजनों को योग्यता नहीं देता. നമുക്ക് തന്നിരിക്കുന്ന വാൾ എന്നുള്ളത് ദൈവവചനത്തിന്റെ വാളാണ്. हमारा जो हथियार हमें परमेश्वर ने दिया है, परमेश्वर का वचन ही हमारा. നമ്മുടെ കർത്താവ് ശത്രുക്കളുടെ മുമ്പിൽ മൗനമായിരുന്ന ആടിനെ പോലെ നിന്നവനാണ്. हमारा यीशु मसीह शत्रुओं के सामने जैसे जो मेमने की तरह जो चुपचाप खड़ा रहा. ഭീഷണം പറയുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്നവനാണ്. जो भीषणी देने वाले के सामने चुपचाप खड़ा रहा. പ്രിയമുള്ളവരെ, നമ്മുടെ മാതൃകാ പുരുഷൻ ആരാണ്? हमारा जो नमूना कौन है? നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണ്. हमारा नमूना जो पुरुष हमारा यीशु मसीह है. അതുകൊണ്ട് ആ തത്വങ്ങളാണ്, ആ സത്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരേണ്ടത്. इसी सच्चाई को हमारे जीवन पर हमने कार्य करना है या प्रकट करना है. നമുക്കറിയാം, ലോകം കണ്ട മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. हम ज्यादा हिस्से हम पढ़ते हैं अशोक जो चक्रवर्ती है, जो देश का, दुनिया का सबसे बड़ा एक कम उम्र में जो राज करा था. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഒരു അലക്സാണ്ടർ എന്നുള്ള സൈന്യാധിപനുണ്ടായിരുന്നു. उसको एक सेना नायक था अलेक्जेंडर. അലക്സാണ്ടർ ഭയങ്കര ധീരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. अलेक्जेंडर बहुत धीरज व्यक्ति था. യാതൊരു ഭയമില്ലാത്ത വ്യക്തി. कोई भय नहीं था उनमें. എന്നാൽ ഈ അലക്സാണ്ടറിനായിട്ട് ഭയങ്കര പേടിയാണ്. लेकिन अलेक्जेंडर बड़े डरता भी है. ഈ സൈന്യാധിപനോട് അത് മനസ്സിലാക്കിയ ചക്രവർത്തി പറഞ്ഞു, जो चक्रवर्ती है ये सेना नायक को कहा, നീ ഒന്നുകിൽ നീ ധൈര്യത്തോടെ നിൽക്കണം, उससे कहा तुम धीरज के साथ खड़े रहो, അല്ലെങ്കിൽ നീ നിന്റെ പേര് ഉപേക്ഷിക്കണം. कहा तुम्हारा नाम को छोड़ना है. അത് എന്റെ പേരിനെ കളഞ്ഞേക്ക് വെച്ചിരുത്തുന്നതാണ്. मैं चक्रवर्ती हूँ, मेरा नाम का कलंक होगा, तुम धीरज नहीं रखे. പ്രിയമുള്ളവരെ, അത് കഥയോ സംഭവം എന്തും ആയിക്കൊള്ളട്ടെ, वो स्टोरी या सच्चा बात है, कुछ भी हो, ഒരു സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. एक सच्चाई यहाँ पर बताता है. നാം ദൈവമക്കളാണ്. हम परमेश्वर का संत जन है. നാം ദൈവത്തിന്റെ മനുഷ്യനാണ്. परमेश्वर का संत जन है. അവനാരാ? वो कौन है? അവൻ ജയാളിയാണ്. वो जीता हुआ है. ജയാളിയുടെ മക്കളാണ് നാം ഇന്ന്. जीते हुए परमेश्वर का संतान है हम. ആ ജയത്തോടെ നിൽക്കുന്നാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. उस विजय के तौर पर हम खड़े रहेंगे, हम भी विजय पाएंगे. അഞ്ചാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, 5वें बात यहाँ पर हम देखते हैं. അവിടെ നാം വായിക്കുന്നത് നാം അടുത്ത ആ കാര്യം ദൈവവചനം വിശ്വാസിക്ക് ആശ്വാസവും പ്രത്യാശയുമായിട്ടുള്ള വിഷയമാണ്. परमेश्वर का वचन और परमेश्वर विश्वासी का सांत्वना और आशा है.
അത് നാം അനുഭവിക്കുന്നവരല്ലേ? हम ये अनुभव करने वाला है. നമ്മുടെ വേദനകളില്, പ്രയാസങ്ങളില്, കഷ്ടങ്ങളില്, നമ്മുടെ ഏത് സാഹചര്യത്തിലും വചനത്തിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് ആശ്വാസം, പ്രത്യാശയും ലഭിക്കും. हमारे कष्टों में, संकटों में, हमारे ऐसे विषय में जो भजन के साथ हम बैठेंगे, അതുമല്ലെങ്കിൽ ദൈവദാസന്മാർ ഹൃദയ വരികളായിട്ട് എഴുതിയിരിക്കുന്ന ഗാനങ്ങൾ നാം ആസ്വദിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും പ്രത്യാശയും ലഭിക്കാറില്ലേ? जब हम गीत गाते हुए ऐसे संकट के समय में हमें हृदय को सांत्वना मिलती है. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. सच्ची तौर पर ऐसे ही है. എന്നാൽ നാം അതിനെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുമ്പോൾ ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയും നമുക്ക് പ്രത്യാശയും നൽകുന്ന വിഷയമായിട്ടിരിക്കുകയാണ്. इस खासियत को हमें समझ में आएंगे तो हम सन्मुख बैठेंगे वचन के साथ, गीत के साथ, किसी भी तौर पर, लेकिन हमें वो सांत्वना देगा, आशा देगा. कोई बात. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. रोमियों की पत्री 15 अध्याय 4 आयत में ऐसे कहता है. അവിടെ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. रोमा 15 के 4 में ऐसे गया, जितनी बातें पहले लिखी गई है वे हमारी शिक्षा के लिए लिखी गई है कि हम धीरज और पवित्र शास्त्र के प्रोत्साहन द्वारा आशा रखें. 2 തിമോഥെയോസ് 3:16-17 വാക്യങ്ങളിൽ നാം വായിച്ചപ്പോൾ എന്താണ് കണ്ടത്? दूसरा तिमोथी 3 अध्याय 16 और 17 में जो हमने पढ़ा है, क्या देखा? അവിടെ പറയുന്ന പോലെ ആയിരിക്കുന്ന മനുഷ്യന് അത് പ്രയോജനമുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. जो वहाँ पर जो मनुष्य भले कामों के लिए है, उस हरेक को भले कामों के लिए तत्पर होने के लिए ऐसे कहा. ഇവിടെ നോക്കുക, നമുക്ക് മുന്നേ എഴുതിയിരിക്കുന്ന ആ വചനം കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. रोमी के पत्र में पौलुस ने ऐसे कहा, हमें जो कार्य जो लिखे गए हैं वो धीरज और पवित्रता के लिए आगे बढ़ने के लिए. അത് പറയുവാൻ കഴിവുള്ള നല്ല വ്യക്തിയായിരുന്നു പൗലോസ്. कहने के लिए खास व्यक्ति था प्रेरित पौलुस. ദൈവവചനത്തെ മുടിക്കുവാനും ദൈവജനത്തെ ഇല്ലാതാക്കുവാനും അങ്ങനെയുള്ള മാർഗക്കാരെ ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പൗലോസ്. पौलुस के जीवन को हम देखते हैं, जब शाऊल था वो उस समय परमेश्वर के संत जनों को मारने, वो परमेश्वर को वचन को खत्म करने के लिए निकला था वो. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ അവനെ മാറ്റിമറിച്ചപ്പോൾ, जब परमेश्वर का वचन उनके अंदर आया तब उनको बदला गया. तब അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. उनके जो वचन को ध्यान रखे. അവൻ അനേകം പ്രാവശ്യം കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. कई बार वो बंदीगृह में रहा था. वो അവിടെ കടന്നുകൊണ്ട് ദൈവജനത്തിന് കത്തെഴുതി. उधर रहते हुए, बंदीगृह में रहते हुए परमेश्वर जो पत्रियां लिखी है, സന്തോഷിപ്പിൻ, जो खुशी रखो, വീണ്ടും സന്തോഷിപ്പിൻ, दोबारा खुशी में रहो. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്. मैं दोबारा कह रहा हूँ. പ്രിയമുള്ളവരെ, ഇതിൽ പരം എന്താണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്? अलावा क्या चाहिए हमें? പരീക്ഷകളിലും വേദനകളിലും ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. जो हमारे दुख भरी जीवन में परीक्षा में हमें जो उसमें से पार करने के लिए परमेश्वर का वचन ही उद्धार देता है. അതുകൊണ്ട് ഈ വചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. इसलिए वचन के अनुसार एक मसीह जीवन बिताने के लिए परमेश्वर सहायता. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് ആരും തന്നങ്ങളെ തന്നെ ചതിക്കരുത് എന്നവിടെ പറയുന്നുണ്ട്. जो याकूब की पत्री में ऐसे कि वचन पर चलने वालों, वचन और केवल सुनने के लिए, बोलने के लिए नहीं, जो अपने आप को धोखा न देते. ഈ വചനത്തെ അനുസരിച്ച് നടക്കുന്നവൻ, ജീവിക്കുന്നവൻ, സങ്കീർത്തനം 1 നാം കാണുന്നത് പോലെ അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കുന്നു എന്നാണ്. തക്കകാലത്ത് ഫലം കൊടുക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. पहले वचन संहिता में जैसे व्यक्ति कैसे होता है, जो नदी के किनारे पे जो लगाया गया पेड़ के समान हमेशा फल देने वाला, हर समय फल देने वाला एक व्यक्ति के रूप में रहेगा. അതുകൊണ്ട് 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വെക്കുക. इसलिए 3 बातें हमारे ध्यान रखें. ഒന്നാമത്തെ കാര്യം, पहला, പ്രതിദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. रोज बरोज परमेश्वर को वचन को पढ़े और उसमें ध्यान करे. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാനായിട്ട് നാം സമർപ്പിക്കപ്പെടുക.
सुनने वाला वचन को हमारे जीवन भर उसको कार्य करने के लिए दिन प्रतिदिन उसमें कार्य करने के लिए हम तत्पर रहें। ഈ വചന കേൾവിയാൽ നമ്മുടെ വിശ്വാസം ദൃഢതരമായി തീരണം, നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകണം, നമുക്ക് ആശ്വാസവും പ്രത്യാശയും ഒക്കെ ലഭ്യമായി തീരണം. जो वचन के जो सुनने के कारण हमारे शुद्धता, अधिकार और हमें विश्वास से योग्यता बन जाए, वो ये बातें हैं. സൽപ്രവൃത്തികളായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. हमें जो परमेश्वर का सत्कार्यों को करने के लिए हमें सृष्टि किया गया है. നാം സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണമെങ്കിൽ ഈ വിഷയങ്ങളിൽ നാം ബോധവാന്മാരായി തീരേണ്ടത് ആവശ്യമാണ്. परमेश्वर के जो सत्प्रवृत्ति विश्वास योग्यता के साथ हम आगे बढ़ने के लिए ये वचन ही हमारा मार्गदर्शक बनता है. വചനത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാനും परमेश्वर के वचन का प्रधानता को हमें समझने के लिए, അതനുസരിച്ച് ജീവിക്കേണ്ടതിന്റെ ഗൗരവത്തെയും കുറിച്ച് अनुसरण के साथ उसको जीवन बिताने के लिए തിരിച്ചറിവുള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് सिद्ध होकर जीवन बिताने के लिए परमेश्वर सहायता करे. അവന്റെ നാമം ഇന്നുമില്ലേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.